ഹലോ, വെൽക്കം ബാക്ക്. ഉണ്ണിമാഷിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രീൻ്റെ ഡിസ്കഷനിലേക്ക് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 പാർട്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നമ്മളതിൻ്റെ തുടർച്ച എന്ന നിലക്ക് 5ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഓക്കെ, റെഡിയല്ലേ? ഇപ്പോൾ കഴിഞ്ഞ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അതിൽ 3-4 പോസ്റ്റ്ലേറ്റുകൾ, പ്രസ്താവനകൾ നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, അത് പഠിച്ചു. തുടർന്ന് വരുന്നത് അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, ഫോർമുല മാസ്, മോൾ കൺസെപ്റ്റ്, അവഗാഡ്രോ നമ്പർ തുടങ്ങിയ ഏരിയയാണ്. ഇത് നമ്മുടെ 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത സംഭവമാണ്. നിങ്ങൾ 10th പഠിച്ച മോൾ സങ്കല്പനമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ +1 ഈ ടോപ്പിക്കുകൾ നമ്മൾ 1ാമത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറ്റോമിക് മാസ് എങ്ങനെയാണ്, AMU അല്ലേ, യൂണിഫൈഡ് മാസ്, ഐസോട്ടോപ്പുകൾ ഉണ്ടെങ്കിൽ, ഒരു എലമെൻറ്റിന് ഐസോട്ടോപ്പുകൾ ഉണ്ടെങ്കിൽ അവയുടെ കേസിൽ ആവറേജ് അറ്റോമിക് മാസ് എടുക്കുന്നത് എങ്ങനെയാണ്, മോളിക്കുലാർ മാസ്, നമുക്കൊരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അതിലെ ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകളുടെ സമ്മേഷൻ, ആകെത്തുക എടുക്കുന്നത് കാണാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടുകളുടെ കാര്യത്തിൽ, അയോണിക സംയുക്തങ്ങളുടെ കാര്യത്തിൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതേമാതിരി നമുക്ക് മോൾ കൺസെപ്റ്റും അവഗാഡ്രോ നമ്പറും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാർട്ട് 1 എന്ന് പറയുന്ന എപ്പിസോഡ് വാച്ച് ചെയ്യാം. അതിലെ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. മോളിക്കുലാർ മാസുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ ഫോളോയിങ്: H2O, CO2, CH4, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ. ഇവയുടെ മോളിക്കുലാർ മാസ് നമ്മളെങ്ങനെ കാണാം? നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമ്മളതിൽ 2 ഹൈഡ്രജൻ, 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. നമുക്ക് റിസൾട്ട് 18.02 U എന്ന് കിട്ടുന്നു. യൂണിഫൈഡ് മാസ്, AMU എന്നൊക്കെ എഴുതുന്ന പോലെ U എന്ന് എഴുതും അല്ലേ? യൂണിഫൈഡ് മാസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ 1 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് കാർബൺ പ്ലസ് 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, ദറ്റ് ഈസ് 44.01 U. CH4ൻ്റെ കാര്യത്തിലും നമ്മളിങ്ങനെ ഈ രീതിയിൽ അറ്റോമിക് മാസുകളുടെ തുകയെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 16.043 U എന്ന് കിട്ടും ഇല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? താഴെ തന്നിരിക്കുന്നതിൽ കൂടുതൽ ആറ്റങ്ങൾ ഏതിലാണുള്ളത്? 1 ഗ്രാം AU ഗോൾഡ്, 1 ഗ്രാം സോഡിയം, 1 ഗ്രാം ലിഥിയം, 1 ഗ്രാം ഓഫ് ക്ലോറിൻ അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഏതിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, അതുപോലെ ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരുടെ കേസിലാണ്? ഒരു എലമെൻറ്റിന് തന്നെ നമുക്ക് കുറേ ഐസോട്ടോപ്പുകൾ ഉണ്ടാകുമ്പോൾ ഓരോ ഐസോട്ടോപ്പിൻ്റെയും അറ്റോമിക് മാസ് വ്യത്യസ്തമാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവയുടെ അറ്റോമിക് മാസ് എങ്ങനെ നമ്മൾ കാണാം? എക്സാമ്പിൾ, കാർബണിൻ്റെ കാര്യത്തിൽ C12, C13, C14 3 ഐസോട്ടോപ്പുകളാണ്. 12, 13, 14 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് മാസുകൾ അല്ലേ? ഓക്കെ, അപ്പോൾ അവയുടെ കാര്യത്തിൽ നമുക്ക് ഏതാണ് കാർബണിൻ്റെ അറ്റോമിക് മാസായിട്ട് എടുക്കുക? അപ്പോൾ നമ്മൾ അവയുടെ റിലേറ്റീവ് അബണ്ടൻസ്, പ്രകൃതിയിൽ അവയുടെ സാന്നിധ്യം എത്ര തോതിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പോൾ C12 ആണെങ്കിൽ 98.892%, പ്രകൃതിയിൽ കാർബൺ 13 1.108%, C14 2 ഇൻറ്റു 10⁻⁻10% ഉള്ളൂ അല്ലേ? അപ്പോൾ അവയുടെ കാര്യത്തിൽ നമ്മൾ അറ്റോമിക് മാസ് ഓഫ് കാർബൺ എങ്ങനെ ചെയ്യും? അതായത് ഫസ്റ്റ് 12U ഇൻറ്റു
98.892 ഡിവൈഡഡ് ബൈ 100. ശതമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. പ്ലസ് 13.00335 ഇൻറ്റു 1.108 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 14.00317 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻10 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ട് 12.011 u എന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ച്, ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആർഗണിൻ്റെ 3 ഐസോട്ടോപ്പുകൾ ഉണ്ട്. ആർഗൺ 36, ആർഗൺ 38, ആർഗൺ 40. അവയുടെ റിലേറ്റീവ് അബൻഡൻസ്, പ്രകൃതിയിലുള്ള സാന്നിധ്യം എത്ര ശതമാനം ഉണ്ട് എന്നും കൂടി തന്നിട്ടുണ്ട്. ഇവ ഓരോന്നിൻ്റെയും അറ്റോമിക് മാസും തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേ മെത്തേഡിൽ കണ്ടുപിടിക്കുമല്ലോ, അറ്റോമിക് മാസ് ഓഫ് ആർഗൺ. ഓക്കെ, ഇനി അടുത്ത പുതിയൊരു ടോപ്പിക്ക് പെർസെൻറ്റേജ് കമ്പോസിഷനാണ്. പെർസെൻറ്റേജ് കമ്പോസിഷൻ നമ്മളതിനെ മാസ് പെർസെൻറ്റേജ് എന്നും വിളിക്കും. ഇതേ ചാപ്റ്ററിൽ തന്നെ നമ്മൾ വേറൊരു മാസ് പെർസെൻറ്റേജും കൂടി വരാനിരിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഈ കാര്യത്തിൽ നമ്മൾ എന്താണ് മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പെർസെൻറ്റേജ് കമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ഗിവ്സ് ദ റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു സംയുക്തങ്ങളിൽ ധാരാളം മൂലകങ്ങളുണ്ട് ഇല്ലേ, അവയുടെ ആപേക്ഷിക അളവ്, അതിൽ ഓരോ എലമെൻറ്റുകളും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആര് തരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് പോലാണ് പെർസെൻറ്റേജ് കമ്പോസിഷൻ അഥവാ മാസ് പെർസെൻറ്റേജ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്കൂട്ടാം. പെർസെൻറ്റേജ് കമ്പോസിഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് ദ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് അല്ലേ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു കോമ്പൗണ്ടിൽ ധാരാളം എലമെൻ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കമ്പോസിഷൻ കാണാൻ വേണ്ടി ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിനെ ടോട്ടൽ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ നമുക്ക് എത്ര എലമെൻ്റ് ഉണ്ടെങ്കിലും ആ എലമെൻറ്റുകളുടെ എല്ലാം മാസ് പെർസെൻറ്റേജിൻ്റെ അഥവാ പെർസെൻറ്റേജ് കമ്പോസിഷൻ്റെ ആകത്തുക സം എന്തായിട്ട് കിട്ടും, 100 ആയിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് പറയാൻ വേണ്ടി നമ്മൾ വാട്ടർ എക്സാമ്പിളായിട്ട് എടുക്കുക. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. ദെൻ നമുക്കറിയാം മോളാർ മാസ് ഓഫ് വാട്ടർ 18 ആണ് അല്ലേ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എടുക്കുക 2 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 100. എങ്ങനെ 2 കിട്ടി? 2 ഹൈഡ്രജൻ ഉണ്ട്, രണ്ടിൻ്റെയും കൂടിയിട്ട് ടോട്ടൽ അറ്റോമിക് മാസ് എത്ര വരും? 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോളാർ മാസ് ഓഫ് ദ വാട്ടർ 18 ഇൻറ്റു 100 11.11% കിട്ടുന്നു. അതേമാതിരി മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് കിട്ടും. ഒരു ഓക്സിജനേ ഉള്ളൂ, അതിൻ്റെ അറ്റോമിക് മാസ് 16 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ 18 ഇൻറ്റു 100 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 88.89. രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 കിട്ടില്ലേ? കിട്ടും. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കമ്പോസിഷൻ ഓഫ് മെഗ്നീഷ്യം കാർബണേറ്റ് MgCO3. നമുക്കറിയാം മെഗ്നീഷ്യം കാർബണേറ്റ് ഒരു അയോണിക് കോമ്പൗണ്ടാണ്. Mg2+ പ്ലസ് CO3 2-. അപ്പോൾ അവയുടെ കേസിൽ ഫോർമുല മാസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കി 84.32 g അല്ലേ. ദെൻ പെർസെൻറ്റേജ് കമ്പോസിഷൻ ഓഫ് മെഗ്നീഷ്യം ഈക്വൽ ടു മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24.31 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ മെഗ്നീഷ്യം കാർബണേറ്റ് 84.32 ഇൻറ്റു 100 28.83% കിട്ടി. കാർബണിൻ്റെയും അതേമാതിരി കണ്ടുപിടിക്കാം. ഓക്സിജൻ്റെ കാര്യത്തിലോ 48 എന്നെടുത്തു അല്ലേ. എന്തുകൊണ്ടാണ് 48 എടുത്തത്? 3 ഓക്സിജൻ ഉണ്ട്. 3 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 84.32 ഇൻറ്റു 100 ദാറ്റ് ഈസ് 56.93%. എല്ലാ പെർസെൻറ്റേജിൻ്റെയും ടോട്ടൽ നോക്കിയാട്ടെ 100 അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, സെൽഫായിട്ട് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എഥനോൾ? മോളിക്കുലർ ഫോർമുല ഓഫ് എഥനോൾ ഈസ് C2H5OH അല്ലേ. അപ്പോൾ ഇതിൽ
കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ 3 എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കമ്പോസിഷൻ നിങ്ങൾ സ്വന്തം നിലക്ക് കണ്ടുപിടിക്കുക. മറ്റൊന്ന് കൂടി തരാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് ഈസ് Na2SO4. അതിൽ സോഡിയം, സൾഫർ, ഓക്സിജൻ അവയുടെ പെർസെൻറ്റേജ് കമ്പോസിഷൻ അഥവാ മാസ് പെർസെൻറ്റേജ് നിങ്ങൾ സ്വന്തം നില കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ചെയ്ത് കാണിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുലയാണ്. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ എംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സ്മോളസ്റ്റ് റേഷ്യോ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. The difference between empirical formula and molecular formula is the empirical formula gives അല്ലെങ്കിൽ represents the smallest ratio of atoms present in a compound ആണെങ്കിൽ molecular formula gives the total number of atoms of each element present in the one molecule of the compound. അതായത് empirical formula is the simplest formula and molecular formula is true formula. യഥാർത്ഥ മോളിക്യൂളിൽ, ഒറിജിനൽ മോളിക്യൂളിൽ ഓരോ ആറ്റവും എത്ര വീതം ഉണ്ട് എന്നുള്ളതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള എണ്ണമാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല തരുന്നത് ഇല്ലേ. അതേസമയം നമ്മൾ ലഘു അനുപാതം, സ്മോളസ്റ്റ് റേഷ്യോ രൂപത്തിൽ നമ്മൾ അതിലത്തെ ആറ്റംസിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ നോക്കിയാട്ടെ. P4O10 മോളിക്കുലർ ഫോർമുല P4O10 അല്ലേ. അതാണ് യഥാർത്ഥത്തിൽ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് നിൽക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളതിൽ 4 10 ഉണ്ട് അല്ലേ. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും 2 5. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ P2O5. അപ്പോൾ P2O5 ആണോ യഥാർത്ഥത്തിൽ ഒറിജിനൽ ഏതാ? P4O10 അല്ലേ. അപ്പോൾ അതിൻ്റെ 4 10 വീണ്ടും നമ്മൾ ചെറിയ സംഖ്യയാക്കി മാറ്റിയെടുത്തത് P2O5 എംപിരിക്കൽ ഫോർമുല. H2O അതിനേക്കാളും ഇല്ലേ, അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എഴുതി കഴിഞ്ഞാൽ അതിനേക്കാളും ചെറിയ സംഖ്യയാക്കി മാറ്റാൻ പറ്റുമോ? 2 കൊണ്ട് ഹരിക്കാം നിങ്ങൾ പറയും. അപ്പോൾ HO½ അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ H2O തന്നെയാണ് എംപിരിക്കൽ ഫോർമുല. N2O4 അതിൽ 2 4 വീതമാണ് നൈട്രജനും ഓക്സിജനും ഉള്ളത്. നമ്മളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ NO2 എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ NO2 എംപിരിക്കൽ ഫോർമുല. C10H12 എംപിരിക്കൽ ഫോർമുല C5H11. C6H18O3 നമ്മളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ C2H6O. C5H12O നോക്കിയാൽ അതിൽ നമ്മൾ 1 കൊണ്ടോ 2 കൊണ്ടോ 3 കൊണ്ടോ ഈ 5 12 എന്ന് പറയുന്ന സംഖ്യകളെ ഒന്നിനെ ഹരിക്കാൻ പറ്റില്ലല്ലോ, ഇല്ല അല്ലേ. അപ്പോൾ C5H12O തന്നെയാണ് എംപിരിക്കൽ ഫോർമുല ആ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഐഡിയ വെച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ എംപിരിക്കൽ ഫോർമുല നിങ്ങൾ എഴുതണം. C6H12O6, C6H6, മറ്റൊന്ന് CH3COOH, CH3COOH, C6H6Cl6. ഇവയുടെ എംപിരിക്കൽ ഫോർമുല എഴുതി നോക്കൂലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാം സോൾവ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പെർസെൻറ്റേജ് കമ്പോസിഷൻ അറിയാമെങ്കിൽ നമുക്കതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടെത്തുന്നത് പെർസെൻറ്റേജ് കമ്പോസിഷനിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഓഫ് ഹൈഡ്രജൻ, 24.27 കാർബൺ ആൻഡ് 71.65% ക്ലോറിൻ. ഓക്കെ, ഈ പെർസെൻറ്റേജ് എന്നൊക്കെയാണ് ആ കോമ്പൗണ്ടിലെ ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും ക്ലോറിൻ്റെയും പെർസെൻറ്റേജ് കമ്പോസിഷനാണ് തന്നിരിക്കുന്നത്. ആ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് 98.96 ഗ്രാം തന്നിരിക്കുന്നു. വാട്ട് ആർ ഇറ്റ്സ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല? ഇത് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യാൻ പോകണേ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഗ്രാം. നോക്കൂ, നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ആ മാസ് പെർസെൻറ്റേജിൻ്റെ ആകത്തുക 100 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ മൊത്തം 100 ഗ്രാം കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന 4.07% എന്ന് പറയുന്നത് നമുക്ക് 4.07 ഗ്രാം എന്നാക്കി മാറ്റി. ഓക്കെ, 24.27 ഗ്രാം കാർബൺ, 71.65 ഗ്രാം ക്ലോറിൻ എന്നാക്കി മാറ്റി. ഒന്നുമില്ല, തന്നിരിക്കുന്ന
ആ പെർസെൻറ്റേജ് കമ്പോസിഷനൊക്കെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് സ്റ്റേജ് 1 അഥവാ സ്റ്റെപ്പ് 1. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ഇൻ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പണൻറ്റ്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റും ഗ്രാമിലേക്ക് മാറി അല്ലേ. ഇനി അവയുടെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ അറിയോ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും? 4.07 ഗ്രാം എന്ന് മാറ്റിയില്ലേ? ഓക്കെ, അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1.008, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 4.04. അതേമാതിരി നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ 24.27 ഡിവൈഡഡ് ബൈ 12.01 അല്ലേ, 2.021. നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ 71.65 ഡിവൈഡഡ് ബൈ 35.453. അപ്പോൾ ആ ഗ്രാമിലേക്ക് മാറ്റിയ എലമെൻറ്റുകൾ ആ വെയിറ്റ് ഇൻ ഗ്രാം എന്നുള്ളത് അവയുടെ അതാതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഈ രൂപത്തിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നോക്കിയേ സ്റ്റെപ്പ് 3. ഡിവൈഡ് ദ മോൾ വാല്യൂ ഒബ്റ്റെയിൻഡ് എബോവ് ബൈ ദ സ്മോളസ്റ്റ് നമ്പർ. നമുക്ക് ഈ കൂട്ടത്തിൽ 4.04, 2.021, 2.021 ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാ? 2.021 അല്ലേ. ആ 2.021 കൊണ്ട് നമ്മൾ ഈ ഓരോ വാല്യൂവിനെയും ഹരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നോക്കിയേ, സിൻസ് 2.021 ഈസ് സ്മോളസ്റ്റ് വാല്യൂ, ഹൈഡ്രജൻ എന്തായി മാറും? 4.04 ഡിവൈഡഡ് ബൈ 2.021 2 എന്ന് കിട്ടും. കാർബൺ 2.021 ഡിവൈഡഡ് ബൈ 2.021 1 കിട്ടി. ക്ലോറിനും 2.021 ഡിവൈഡഡ് ബൈ 2.021 1. ഇങ്ങനെ നമ്പർ കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ നമ്പറുകൾ എന്തല്ല, നമ്മൾ ഹോൾ നമ്പർ അല്ല എങ്കിൽ ഇപ്പോൾ 1.2, 1.5 എന്നൊക്കെയാണ് കിട്ടുന്നുണ്ട് വിചാരിച്ചോ. ദെൻ ദേ മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഹോൾ നമ്പർ ബൈ മൾട്ടിപ്ലൈയിങ് ബൈ സ്യൂട്ടബിൾ കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ 1.5 എന്നാണ് കിട്ടുന്നുണ്ട്, 1.5 എന്ന് കിട്ടി വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ റിസൾട്ടിൽ നമുക്ക് നോക്കാം, എല്ലാം ഹോൾ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നമില്ല. നമ്മൾ ഇത്രയും ചെയ്ത ഈ സ്റ്റെപ്പുകളൊക്കെ ഒരു ടേബിൾ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ കോളം ഹൈഡ്രജൻ, ക്ലോറിൻ, കാർബൺ എലമെൻറ്റുകളുടെ പേരെഴുതി. സെക്കൻഡ് കോളത്തിൽ അവയുടെ ക്വസ്റ്റ്യനിൽ തന്ന മാസ് പെർസെൻറ്റേജ് എഴുതി. 4.07 അല്ലേ, 24.27, 71.65 എന്നൊക്കെ എഴുതി. ദെൻ അവയെ ഗ്രാമിലേക്ക് മാറ്റി. ജസ്റ്റ് ഗ്രാമിലേക്ക് വേണ്ടി എടുത്തെഴുതിയെന്നേ ഉള്ളൂ അല്ലേ. 4.07 ഗ്രാം, 24.27 ഗ്രാം, 71.65 ഗ്രാം എഴുതി. അടുത്തതോ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസിൻ്റെ കോളം. അതിൽ നമ്മളെന്താ ചെയ്തത്? 4.707 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ച് നമ്പർ ഓഫ് മോൾസ് 4.04 കിട്ടി. കാർബൺ കിട്ടി, ക്ലോറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അടുത്ത കോളത്തിലോ സിമ്പിൾ റേഷ്യോ അല്ലേ, എന്ന് പറഞ്ഞാൽ അതിലെ കൂട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയിട്ടുള്ള 2.021 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 211 കിട്ടി. അപ്പോൾ അത് ഹോൾ നമ്പർ തന്നെ ആയതുകൊണ്ട് അത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 211 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ. ഈ കോളം വരച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സംഭവം പിടികിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 4. ഈ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതാൻ പോവാണ്. അപ്പോൾ കാർബൺ എണ്ണം 1 അല്ലേ, ഹൈഡ്രജൻ 2 അല്ലേ, ക്ലോറിൻ 1 അല്ലേ. അപ്പോൾ CH2Cl ഈസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. തീർന്നോ? ഇനി ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. എന്താണ്? മോളിക്കുലാർ ഫോർമുലയിലേക്ക് എത്തിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നു. നമുക്കിപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടിയില്ലേ, CH2Cl. അതിൽ കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും അറ്റോമിക് മാസ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടുമല്ലോ. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് CH2Cl എംപിരിക്കൽ ഫോർമുല മാസ് 49.48 ഗ്രാം എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ മോളാർ മാസ് തന്നിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, ആ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ കിട്ടുക? 2 എന്ന് കിട്ടും ഇല്ലേ. ഓക്കെ, 2 എന്ന് കിട്ടും. എങ്ങനെ കിട്ടിയത്? നമ്മൾ 98.96 ആണ് മോളാർ മാസ്. അതിന് 49.48 എന്ന് പറയുന്ന എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n എന്ന് പറയുന്ന വാല്യൂ ആയിട്ടുള്ള 2 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസിന് നമുക്ക് EFM എന്ന് ഷോർട്ടായിട്ട് കാണിക്കാം. എംപിരിക്കൽ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ
അതുപോലെ മോളിക്കുലാർ ഫോമുലാർ മാസ് നമുക്ക് എന്താണ് MFM എന്ന് പറയാം. അപ്പോൾ നമ്മളെന്താ ചെയ്ത് ഇവിടെ എന്താ ഇത് ഓക്കെ എംപിരിക്കൽ ഫോമുലാ മാസിനെ മോളാർ MFMനെ അല്ലേ മോളിക്കുലാർ ഫോമുലാ മാസിനെ എംപിരിക്കൽ ഫോമുലാ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് 98നെ 49 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടിയത് ഇല്ലേ. ഓക്കെ, ഇനി ഈ 2 എന്ന് പറയുന്നത് കിട്ടിയ ആ സംഖ്യ അതിനെ നമ്മൾ എംപിരിക്കൽ ഫോമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് CH2Cl അല്ലേ കിട്ടിയത് എംപിരിക്കൽ ഫോമുല. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C 2ആയി മാറും. C2H4Cl2 എന്ന് കിട്ടുന്നു. ഓക്കെ, റെഡിയല്ലേ. ഇനി മറ്റൊന്ന് വേറൊന്നും കൂടി ചെയ്ത് നോക്കാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 9.09% ഹൈഡ്രജൻ, 54.54% carbon and 36.36% of oxygen. Its molar mass is given 88 gram. What are its empirical and molecular formula? Percentage composition തന്നിട്ടുണ്ട് ഇല്ലേ. ഡയറക്റ്റ് ടേബിളിലേക്ക് മാഷ് പോവാണ്. ടേബിളിൽ 1 2 3 5 കള്ളിയുണ്ട് അല്ലേ, 5 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളത്തിൽ എലമെൻറ്റുകളുടെ പേരെഴുതി CHO. തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഡയറക്റ്റായിട്ട് അവിടെ എഴുതി 54.54, 9.09, 36.36. നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ടേബിൾ ആ കള്ളിയൊക്കെ ഒഴിവാക്കുന്നു അവിടെ. ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 54.54 ഡിവൈഡഡ് ബൈ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, 4.53. 9.09 ഡിവൈഡഡ് ബൈ 1, 9.09 അല്ലേ. 36.36 ഡിവൈഡഡ് ബൈ 16, ദാറ്റ് ഈസ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് 2.27. ഇനിയോ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ എഴുതാം 2.27. ആ 2.27 കൊണ്ട് ഈ കിട്ടിയ വാല്യൂവിനൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ സിമ്പിൾ റേഷ്യോ കണ്ടെത്തുന്നു. 2, 4, 1 ഒക്കെ ഹോൾ നമ്പർ ആയതുകൊണ്ട് നമുക്ക് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയും 2, 4, 1 തന്നെ, മാറ്റേണ്ടതില്ല അല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് എംപിരിക്കൽ ഫോമുല എന്തെഴുതാം? C2 അല്ലേ, C2H4O എന്ന് എഴുതാം അല്ലേ. C2H4O. അടുത്ത സ്റ്റെപ്പ് എന്താ? എംപിരിക്കൽ ഫോമുല മാസ് കണ്ടെത്തുന്നു. 44 എന്ന് കിട്ടുന്നു അല്ലേ. മോളിക്കുലാർ ഫോമുല മാസ് MFM എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 88 തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? മോളിക്കുലാർ ഫോമുല മാസ് MFMനെ EFM എംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 88/44 2 എന്ന് കിട്ടുന്നു ഇല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ 2 എന്ന് കിട്ടിയ സംഖ്യയെ എംപിരിക്കൽ ഫോമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into C2H4O, that is equal to C4H8O2. Okay, that is a final answer. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് തരുന്ന 5ാമത്തെ ക്വസ്റ്റ്യനാണ്. റൈറ്റ്, ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബൺ, ഹൈഡ്രജൻ, ബ്രോമിൻ ഇവയുടെ മാസ് പെർസെൻറ്റേജ് അഥവാ പെർസെൻറ്റേജ് കമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളതിൻ്റെ മോളിക്കുലാർ ഫോമുല കണ്ടെത്തണം. മോളിക്കുലാർ മാസ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, പകരം വേപ്പർ ഡെൻസിറ്റി ഈസ് ഗിവൺ 94. ഇപ്പോൾ ഒരു ക്ലൂ തരാണ്. എന്താ? വേപ്പർ ഡെൻസിറ്റിയും മോളാർ മാസ് തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. വേപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2 മീൻസ് മോളാർ മാസ് ഈക്വൽ ടു വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2. ഇപ്പോൾ വേപ്പർ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ എത്തുന്നുണ്ട്, അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോളാർ മാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മോളിക്കുലാർ ഫോമുലയും എംപിരിക്കൽ ഫോമുലയൊക്കെ കണ്ടെത്തുമല്ലോ. റെഡി? റൈറ്റ്. അടുത്ത സെക്ഷൻ സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. സ്റ്റോഷിയോമെട്രി ഡീൽസ് വിത്ത് the calculation of masses, sometimes volumes also, of reactant and the products involved in a chemical reaction. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കവിടെ നിശ്ചിത അളവിൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റൊക്കെ ഉണ്ട് ഇല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട, അത് നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസ്, വോളിയം, അതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസൊക്കെയാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് കൂടി നമുക്കത് കണ്ടെത്താം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് ചോദ്യമാണ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരു ബാലൻസ്ഡ്
ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ CH4G പ്ലസ് 2O2G ഗിവ്സ് CO2G പ്ലസ് 2H2OG. എന്താ അത്? ജിന്ന് താഴെ അല്ലേ അതിൽ എഴുതിയിരിക്കുന്ന G എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. വാതകാവസ്ഥയിലുള്ള CH4 ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉള്ളത് അർത്ഥം അല്ലേ. ഈ ഒരു ബാലൻസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് നോക്കിയേ. ഇതിൽ നിന്ന് എന്താ അറിയാം? 1 mol CH4 reacts with 2 mol oxygen gives 1 mol CO2 plus 2 mol water. മറ്റൊരു ഇൻഫോർമേഷൻ എന്താണ്? 1 molecule CH4 reacts with 2 molecule O2 gives 1 molecule CO2 and 2 molecule H2O. മറ്റൊരു ഇൻഫോർമേഷൻ എന്താണ്? നമുക്ക് 1 mol ഓഫ് എനി ഗ്യാസ് അറ്റ് STP പൊസസ് 22.4 liters എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 mol CH4 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 22.4 liter CH4 റിയാക്ട്സ് വിത്ത് 2 into 22.4 അഥവാ 44.8 liter ഓക്സിജൻ ഗിവിങ് 22.4 liter CO2 ആൻഡ് 44.8 liter H2O എന്ന് പറയാം. പറഞ്ഞൂടെ വോളിയത്തിൻ്റെ ടേമിൽ. മറ്റൊന്ന് ഗ്രാമിൻ്റെ ടേമിൽ എങ്ങനെ പറയാം? 1 mol CH4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളാർ മാസിന് തുല്യമായിട്ടുള്ള ഗ്രാം സബ്സ്റ്റൻസ് അല്ലേ. അപ്പോൾ 1 mol CH4 എന്ന് പറഞ്ഞാൽ 16 gram CH4 റിയാക്ട്സ് വിത്ത് 2 into 32 gram ഓക്സിജൻ ഗിവിങ് 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 into 18 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞുകൂടെ. ഇതൊക്കെയാണ് ഒരു ബാലൻസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഇത് വെച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. മീഥെയിൻ CH4 അതിൻ്റെ 16 gram കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ബേണിങ് അല്ലേ, പൂർണ്ണമായും ജ്വലിച്ച് കഴിഞ്ഞാൽ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ അളവ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം കമ്പസ്റ്റൻ ഇക്വേഷൻ ഫോർ മീഥെയിൻ, മീഥെയിൻ്റെ ജ്വലനവുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. ജ്വലനം എന്ന് പറയുന്നതാണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ അല്ലേ. CH4 പ്ലസ് 2CO2 gives CO2 പ്ലസ് 2H2O. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താ? 1 mol CH4 reacts with 2 mol oxygen giving 1 mol CO2 and 2 mol water. 1 mol CH4 is 16 gram. 2 mol oxygen 2 into 32 64. CO2 44. 2 mol water 2 into 18 36. ഇതിൽ നിന്ന് മനസ്സിലാക്കാം 16 gram CH4 കംപ്ലീറ്റ് ആയിട്ടും വായുവിൽ കത്തിക്കഴിഞ്ഞാൽ 36 gram വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനല്ലേ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 16 gram മീഥെയിൻ അല്ലേ കംപ്ലീറ്റ് ആയിട്ടും ബേൺ ചെയ്യുമ്പോൾ 36 gram വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. റിസൾട്ട് ക്ലിയർ ആണ്. മറ്റൊന്ന്, ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പസ്റ്റൻ ഇല്ലേ. തിരിച്ചു വയ്ക്കും. 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ വേണ്ടി എത്ര മോൾ മീഥെയിൻ കത്തണം? ക്ലിയർ? 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ എത്ര മോൾ മീഥെയിൻ കമ്പസ്റ്റൻ അഥവാ ബേണിംഗ് നടത്തണം? ഓക്കെ, നോക്കൂ. അപ്പോൾ നമ്മുടെ മീഥെയിൻ്റെ കമ്പസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ നേരത്തെ മുമ്പേ കണ്ടത് തന്നെ. CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2. നമുക്കിതിൽ എന്ത് മനസ്സിലാക്കാം? 16 gram മീഥെയിൻ, 1 mol മീഥെയിൻ എന്ന് പറഞ്ഞാൽ 16 gram മീഥെയിൻ 44 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം മീഥെയിൻ 22 gram CO2 ഉണ്ടാക്കും? വളരെ സിമ്പിളായിട്ട് കാൽക്കുലേഷൻ അല്ലേ. 44 gram കാർബൺ ഡൈ ഓക്സൈഡിന് 16 gram മീഥെയിൻ കത്തണം. അപ്പോൾ അങ്ങനെയെങ്കിൽ എത്ര ഗ്രാം മീഥെയിൻ കത്തിയാൽ 22 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും?
8 ഗ്രാം അല്ലേ? 16 നിന്ന് 44 ഉണ്ടാകുമെങ്കിൽ എത്രയിൽ നിന്നാണ് 22 ഉണ്ടാവുക? 8 ഗ്രാം മീഥെയ്ൻ. 8 ഗ്രാം മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് മോൾ മീഥെയ്ൻ. ശരിയല്ലേ? അപ്പോൾ ആൻസർ 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, 0.5 മോൾ മീഥെയ്ൻ. ക്ലിയർ? മറ്റൊന്നു കൂടി നോക്കൂ. ഇഫ് 10 വോളിയംസ് ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട്സ് with 5 volumes of dioxin, how many volumes of water vapor would be produced? 10 വോളിയം ഹൈഡ്രജനും 5 വോളിയം ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്താൽ എത്ര വോളിയം വാട്ടർ ഉണ്ടാവും? നമ്മുടെ വാട്ടർ ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട ഹൈഡ്രജനും ഓക്സിജനും വാട്ടർ ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട ബാലൻസ്ഡ് ഇക്വേഷൻ എന്താ? 2H2 + O2 gives 2H2O. അപ്പോൾ അതിൽ എന്ത് മനസ്സിലാക്കാം നമുക്ക്? 2 വോളിയം ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 1 വോളിയം ഓക്സിജൻ ഗിവിങ് 2 വോളിയം വാട്ടർ അല്ലേ? 2 1 2 അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 വോളിയം ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 5 വോളിയം ഓക്സിജൻ ഗിവിങ് 10 വോളിയം വാട്ടർ അല്ലേ? ഓക്കെ, 2 വോളിയം ഹൈഡ്രജനിൽ നിന്ന് 2 വോളിയം വാട്ടർ ഉണ്ടാവുമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം, 10 വോളിയം ഹൈഡ്രജനിൽ നിന്ന് 10 വോളിയം വാട്ടർ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാണ്. ശരിക്കും വായിച്ചു നോക്കുക. ഇതേമാതിരിയുള്ള 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഈ എപ്പിസോഡിലെ 6ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം മാഷ് 8 ക്വസ്റ്റ്യൻ ഈ ഒരു എപ്പിസോഡ് തന്നിട്ടുണ്ട്. അത് ഈ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ വളരെ അത്യാവശ്യം വേണ്ട ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ കടന്നു പോയത്. അപ്പോൾ ഇത് പ്രകാരം, ഈ പറഞ്ഞ പ്രകാരം നിങ്ങളിതും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, റെഡി? ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പറയാം. താങ്ക് യു.